ஐயா வணக்கம். RSS എന്ന് പറയുന്ന സംഘടനയുടെ ശാഖയിൽ പ്രവർത്തിച്ച് ആ ശാഖയിൽ അതിക്രൂരമായ പീഡനം നേരിട്ട് അവസാനം ആത്മഹത്യ ചെയ്ത അനന്തു എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നീതി വാങ്ങിക്കൊടുക്കാൻ കച്ചകെട്ടി ഇറക്കിയിരിക്കുകയാണ് കേരളത്തിലെ സുഡാപ്പികൾ എല്ലാവരും കൂടെ. അനന്തുവിൻ്റെ ഘാതകനെ അല്ല ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് RSS എന്ന് പറയുന്ന സംഘടനയാണ്. RSS എന്ന് പറഞ്ഞ സംഘടനയെ ലക്ഷ്യം വയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പട്ടി സൂര്യനെ നോക്കി കുരയ്ക്കുന്നത് പോലെയാണ് എന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിരുന്നാലും അണ്ണാങ്കുഞ്ഞിനും തന്നാലായത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ അനന്തു എന്ന് പറയുന്ന വ്യക്തിയോടുള്ളൊരു സ്നേഹമോ അല്ലെങ്കിൽ അയാൾ നേരിട്ട ശാരീരികവും മാനസികമായിട്ടുള്ള വ്യഥയോ അല്ല ഇവരെ വലിയ രീതിയിൽ ദുഃഖിപ്പിക്കുന്നത്. ഇവരുടെ വിഷയമെന്ന് പറയുന്നത് RSS എന്ന് പറഞ്ഞ സംഘടനയെ എങ്ങനെയെങ്കിലും ഡിഫെയിം ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. RSSൻ്റെ പല പോഷക സംഘടനകളുണ്ട്. ഇപ്പോൾ ബാലഗോകുലം അടക്കമുള്ള കാര്യങ്ങൾ. ചില ആൾക്കാർ പറയും ബാലഗോകുലം RSSൻ്റെ പോഷക സംഘടനയല്ല, RSSന് പോഷക സംഘടനകളില്ല എന്നൊക്കെ പറയും. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ബാലഗോകുലം അടക്കമുള്ള ആ ഒരു സ്ഥലങ്ങളിൽ കുട്ടികളെ അങ്ങോട്ടേക്ക് വിടരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രചാരണം ഇപ്പോൾ കേരള സുഡാപ്പികൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ഇവരുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം അനന്തു അനുഭവിച്ച ട്രോമയല്ല, മറിച്ച് RSS എന്ന് പറഞ്ഞ സംഘടനയാണ്. അനന്തു അനുഭവിച്ച ട്രോമയാണ്, അനന്തു അനുഭവിച്ച പീഡനമാണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമെങ്കിൽ എല്ലാവരും അനുഭവിക്കുന്ന പീഡനങ്ങൾക്കും ഇവർ രംഗത്തെത്തണ്ടേ? മദ്രസകളിൽ പീഡനം നടക്കാത്ത ഒരു ദിവസം പോലുമില്ല എന്ന് കേരളത്തിലെ പത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് മദ്രസകളിൽ അവിടെയുള്ള അധ്യാപകർ പീഡിപ്പിക്കുന്നത് പിഞ്ചു കുട്ടികളെയാണ്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ ഒരു വാർത്ത ഞാൻ കണ്ടു. ഒരു ദഫ് മുഡ് അധ്യാപകൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഒരു കുട്ടിയെ ഇരയാക്കി എന്നുള്ളതാണ് ആ വാർത്ത എന്ന് പറയുന്നത്. പക്ഷേ ദഫ് മുഡ് അധ്യാപകൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഒരു കുട്ടിയെ ഇരയാക്കുമ്പോഴും അല്ലെങ്കിൽ മദ്രസയിൽ ഒരു കുട്ടിയെ ഒരു അധ്യാപകൻ പീഡനത്തിൽ ഇരയാക്കുമ്പോഴൊന്നും തന്നെ കേരളത്തിൽ ഈ രോഷം ഉയരാറില്ല. കാരണം അവിടെയെല്ലാം പ്രതിസ്ഥാനത്ത് വരുന്നത് തങ്ങളുടെ മതത്തിൻ്റെ ആൾക്കാരാണ്. മറിച്ച് ഇപ്പുറത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് RSS എന്ന് പറയുന്ന സംഘടനയുടെ ഒരു വ്യക്തിയാണ്. അതിനെ ചാരി RSS എന്ന് പറയുന്ന സംഘടനയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം എന്നോട് ഉന്നയിക്കുക എന്നുള്ളത്, ഈ മദ്രസയിൽ പീഡനം നടക്കുന്നു എന്നുള്ളൊരു സംഭവം ഓക്കെ നമ്മൾ സമ്മതിച്ചു. അന്ന് പറഞ്ഞ് RSS ശാഖയിൽ പീഡനം നടത്താനുള്ള ലൈസൻസ് നിങ്ങൾക്കുണ്ടോ എന്ന്? ഇല്ല, ലൈസൻസ് ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് RSS എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയെ ചുറ്റിപ്പറ്റി പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കണം. RSS തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്, ഇത് അന്വേഷിക്കണം, ഇതിലെന്താണ് സത്യാവസ്ഥ എന്ന് പുറത്തു കൊണ്ടുവരണം. അപ്പോൾ ഇതെല്ലാം കൃത്യവും വ്യക്തവുമായിട്ട് ചെയ്യണമെന്ന് RSS തന്നെ കൃത്യമായിട്ട് പരാതി പോലീസിന് കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ അനന്തു എന്ന് പറയുന്ന പയ്യൻ ഏത് സാഹചര്യത്തിലാണ് ആത്മഹത്യ ചെയ്യാൻ തയ്യാറായത്? ഇതിന് പിന്നിൽ ആരാണ്? ഇപ്പോൾ ഞാനും പറയുന്ന സംഭവം അതാണ്. ഇപ്പോൾ RSS ശാഖയിൽ പീഡനം നടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് അറിയണമല്ലോ. കാരണം ഈ മദ്രസയിൽ പീഡനം നടക്കുമ്പോൾ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാകാറില്ല. കാരണം അത് നോർമലൈസ് ആയി കഴിഞ്ഞു. നോർമലൈസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞു. ആ കുട്ടികൾ അനുഭവിക്കുന്ന ട്രോമ, അതായത് എങ്ങനെയാണ് ആ പീഡനം നടന്നത്, ആ കുട്ടി അനുഭവിച്ച ട്രോമ എത്രത്തോളമാണ്, പിന്നീട് ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ട്രോമ എത്രത്തോളമാണ് എന്നൊന്നും നമ്മുടെ കേരള സമൂഹം ചർച്ച ചെയ്യാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സംഭവം നോർമലൈസ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ RSS എന്ന് പറയുന്ന ഒരു സംഘടനയെ കൂടെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ആശ്വാസം ലഭിക്കും. കാരണം ഇവർക്കൊരു കൂട്ടാവുമല്ലോ, അതൊന്നാമത്തെ കാര്യം. അതുകൊണ്ടാണ് ഇവർ എപ്പോഴും നിരന്തരം RSS ICC HDFC SBI എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കാരണം RSS എന്ന് പറയുന്ന സംഘടനയെ ISIS എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദ സംഘടനയുമായിട്ട് ഉപമിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്നുകിൽ ഇസ്ലാമിക സംഘടനയായിട്ടുള്ള ഭീകര സംഘടനയായിട്ടുള്ള ISIS RSS പോലെ മഹത്വവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതായത് RSS എന്ന് പറഞ്ഞ സംഘടന ഇപ്പോൾ 10 കൊല്ലമായിട്ട് BJP ബാക്ക് ചെയ്ത് നമ്മുടെ രാജ്യത്തുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. ഇവിടെ മുസ്ലിങ്ങളുടെ തലതൊട്ടപ്പനായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ സുഡാപ്പി അബ്ദുള്ള തന്നെ പറയുന്നത് RSS വന്ന ശേഷം കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള കലാപങ്ങളൊന്നുമില്ല. ഉണ്ടാക്കുന്നെങ്കിൽ യൗമാർ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ സുഡാപ്പികൾ ഉണ്ടാക്കിയ ഹിജാബ് വിവാദമൊക്കെ കണ്ടില്ല, അത് അവർ സൃഷ്ടിച്ചു വിടുന്നതാണ്. അവർക്ക് സമൂഹത്തിൽ കലാപം ഉണ്ടാക്കണം. കലാപം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഇവർ ഭരിക്കുമ്പോൾ കലാപകലുഷിതമാണെന്ന് മറ്റുള്ള ആൾക്കാരോട് ഇവർക്ക് പറയണം, കാണിക്കണം. അതുകൊണ്ടാണ് ഇവർ ഈ കലാപം ഉണ്ടാകുന്നത്. കർണാടകയിലും ഇത് തന്നെയാണ് വിഷയം. കർണാടകയിൽ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പോപ്പുലർ ഫ്രണ്ടാണ് ഇതുപോലെ സമാനമായിട്ടുള്ള രീതിയിൽ ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് വന്ന് ആ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത്, വീട്ടുകാരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഹിജാബ് ധരിക്കാതെ നീ പോകരുത് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള
പ്രക്ഷോഭമുണ്ടായി, കർണാടക ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതി വരെ ആ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ RSS എന്ന് പറയുന്ന സംഘടന ഇത്രയും കാലമായിട്ട് ഈ രാജ്യത്ത് 10 കൊല്ലമായിട്ട് ഇപ്പോൾ ശക്തമായിട്ട് രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് BJP 10-11 കൊല്ലമായി. അത്രയും കാലം ബാക്ക് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ ഒരു പ്രശ്നവും ആർക്കുമില്ല എന്നുള്ളതാണ്. പ്രശ്നമുള്ളത് ഇതുപോലുള്ള മതമൗലികവാദികൾ, മതം വളർത്താൻ പറ്റാത്ത ആൾക്കാർക്കാണ് പ്രശ്നമുള്ളത്. അപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഐസിസ് അത്രത്തോളം കിടിലൻ സംഘടനയാണ് എന്നുള്ളതാണ് അർത്ഥം, അല്ലെങ്കിൽ ഐസിസിനെ പോലെ തന്നെ ഏറ്റവും മോശം സംഘടനയാണ് RSS എന്ന അർത്ഥം വരും. ഇതിൽ രണ്ടാമത്തെ അർത്ഥം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ തുലോം തുച്ഛമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം RSS എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് നിരന്തരം നമ്മൾ കേൾക്കുന്നു, രാജ്യം അവർ ഭരിക്കുന്നെന്ന് കേൾക്കുന്നു. രാജ്യത്ത് RSS ഭരിച്ചു തുടങ്ങിയിട്ട് നമ്മുടെ രാജ്യം അഫ്ഗാനിസ്ഥാൻ പോലെ ആയില്ല, താലിബാൻ ഭരിക്കുന്നത് പോലെ ആയില്ല, പാകിസ്ഥാൻ പോലെ ആയില്ല, സിറിയ പോലെ ആയില്ല, യമൻ പോലെ ആയില്ല, ടുണീഷ്യ പോലെ ആയില്ല, ലബനൻ പോലെ ആയില്ല, ഫലസ്തീൻ പോലെ ആയില്ല, പറയുകയാണെങ്കിൽ 100 കണക്കിന് രാജ്യങ്ങൾ പോലെ ആയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇതുപോലെയൊന്നും ആവുന്നില്ല. അപ്പോൾ ഇത് പൊതുജനങ്ങളുടെ മനസ്സിലുണ്ട്. പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷ ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ട്. എന്നാൽ ഐസിസ് എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ഇവർക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഐസിസ് അവിടെ എവിടെയോ കിടക്കുന്ന ഒരു സംഘടന, വലിയ പ്രചാരണമൊന്നും ഇവിടെ ലഭിക്കുന്നില്ല ഐസിസിന്. എന്നാൽ ഗസയിൽ കിടക്കുന്ന ഹമാസ് നല്ല അടിപൊളി കിടുകാച്ചി സംഘടനയാണെന്നുള്ള പ്രചാരണം ഇവിടെ ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ RSS എന്ന് പറയുന്ന സംഘടനയിൽ ഒരു പീഡനം നടന്നു, ശാഖയിൽ ഒരു പീഡനം നടന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് അന്വേഷിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോഴും ആരും പറയുന്നത്, അല്ലാതെ സുഡാപ്പികളെപ്പോലെ ആ നടന്ന പീഡനത്തെ നോർമലൈസ് ചെയ്യാൻ. ഇപ്പോൾ മദ്രസ പീഡനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്വാഭാവികം എന്ന് പറഞ്ഞ് വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മലയാളി, ആ ഒരു ലെവലിലേക്ക് നമ്മുടെ മലയാളികളുടെ മനസ്സിനെ ഇവിടെയുള്ള ഈ പൊളിറ്റിക്കൽ ഇസ്ലാം കൊണ്ടെത്തിച്ചിട്ടുണ്ട്. സത്യമല്ലേടേ? അല്ല, മദ്രസയിൽ എവിടെയെങ്കിലും ഒരു പീഡനം നടക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ അയ്യോ ആ കുട്ടിക്ക് വേണ്ടി മെഴുകുതിരി കത്തിക്കുക എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുന്നുണ്ടോ? പിഞ്ചു കുട്ടികളെയാണ് പീഡിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ പീഡിപ്പിക്കുമ്പോൾ ഇവിടെ ആരും തന്നെ തെരുവിലേക്ക് ഇറങ്ങുന്ന യാതൊരുവിധ കാഴ്ചയും നമ്മൾ കാണാറില്ല. അത് നോർമലൈസ് ആയി കഴിഞ്ഞു. അപ്പോൾ ആ നോർമലൈസ് ആയിരിക്കുന്ന ആ വിഷയം ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇനി ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ ബസ്സിൽ ഒരുത്തം അവൻ കയറി ഒരു പെണ്ണിനെ സിബ് തുറന്ന് കാണിക്കുകയാണ്, അവനെ ന്യായീകരിച്ചുകൊണ്ട് സുഡാപ്പികൾ വരും. അതിഭീകരമായിട്ട് ന്യായീകരിക്കും. അറ്റ്ലീസ്റ്റ് അന്വേഷണം നടക്കട്ടെ എന്ന് പോലും ഇവന്മാർ പറയില്ല. അന്വേഷണം നടക്കട്ടെ എന്ന് പോലും പറയാതെ ആ പെണ്ണെന്ന് പറയുന്ന ഒരു സ്പ്രേ അടിച്ചുകൊണ്ടാണ് വന്നത്, മുടി സ്ട്രെയിറ്റ് ചെയ്തിരുന്നു, പോരാത്തതിന് ക്ലീവേജ് കാണുന്ന ഡ്രസ്സ് ഇട്ടിരുന്നു, കുട്ടി നിക്കറാണ് ഇട്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തുന്ന ഒരു ടീമാണ് ഇവരെന്ന് പറയുന്നത്. അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമാണ്. കാരണം മാസ്സായിട്ട് വളഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അറ്റാക്ക് ചെയ്ത് കളയും. പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ അറ്റാക്ക് വരുന്നുണ്ട്, അവിടെയൊക്കെ പല ആൾക്കാരും ഇരുന്നുകൊണ്ട് അറ്റാക്ക് നടത്തുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. മാസ്സായിട്ട് സോഷ്യൽ മീഡിയയിൽ അതിഭീകരമായിട്ടുള്ള അറ്റാക്കാണ് നേരിടുന്നത്. CPM പോലും ഒന്നും അവരുടെ അറ്റാക്കിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സുനിൽ പി ഇളയിടം. താലിബാനെ ഒന്ന് വിമർശിച്ചതേ ഉള്ളൂ, പോയി ചന്ദ്രനിൽ അവിടെ കിടന്ന് ഒന്നുകൂടെ വിമർശിച്ചു, അടിച്ച് ചൊവ്വയിലോട്ട് വിട്ടു. ഇതുവരെ താഴെ ഇറങ്ങിയില്ല ആണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് ആ ജാതി ഈ ജാതിയോട് ചെയ്തെന്ന് മറക്കരുത്, ഈ ജാതി ആ ജാതിയോട് ചെയ്തെന്ന് മറക്കരുത് എന്നൊക്കെ പറഞ്ഞ് കാണാറുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കാണാനില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ അന്വേഷണം നടക്കണം. ഇപ്പോൾ ധർമ്മസ്ഥലയിലായിരുന്നാൽ പോലും അന്വേഷണം നടക്കണം എന്നാണല്ലോ പറയുന്നത്. അല്ലാതെ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കാനോ അത് നോർമലൈസ് ചെയ്യാനോ ആരും ഇവിടെ ശ്രമിച്ചിട്ടില്ല. അന്വേഷണം നടക്കണം, ഇതാണ് പറയുന്നത്. അന്വേഷണം നടക്കണം എന്ന് പറയുമ്പോൾ സുഡാപ്പികൾക്ക് കുറച്ച് കൂടുതൽ കലി കയറും. പല സുഡാപ്പികളും ഇതിനെ ചാരി ഹിന്ദുക്കളെ സമ്പൂർണ്ണമായിട്ട് അധിക്ഷേപിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് പല ആൾക്കാരും അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ എടുത്ത് അയച്ചിട്ട് ഇനി എന്നോട് റിയാക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ അതിനൊന്നും റിയാക്ട് ചെയ്യാൻ നിൽക്കില്ല. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ടുള്ള കാര്യം യവന്മാരിവിടെ വേണം. യവന്മാർ നാളെ ഇതൊക്കെ ചെയ്യുന്നത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള ജനങ്ങൾ എങ്ങനെയാണ് BJPയോട് അടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം BJPക്ക് അകത്ത് തന്നെയുണ്ട്. അതായത് ഇവിടെ ഇത്തരത്തിലുള്ള ആൾക്കാർ എന്താണ്, അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇവരുണ്ടല്ലോ അമിത്ഷാ, നരേന്ദ്രമോദി അടക്കമുള്ള ആൾക്കാർ ഈ കലാപം അത് നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ആദ്യം കലാപം തുടങ്ങി വയ്ക്കും. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമമായിരുന്നാലും കർഷക സമരമായിരുന്നാലും നടക്കട്ടെ എന്ന് പറയും. അതായത് അതിഭീകരമായിരിക്കും, നടക്കട്ടെ, പോലീസിനെ അടിക്കട്ടെ, 2-3 പേരെ അടികൊണ്ട് താഴെ വീഴട്ടെ, എല്ലാം കഴിഞ്ഞ് അവസാനം ഇവർ റെഡ് ഫോർട്ടിൽ വന്ന് ഖലിസ്ഥാൻ പതാക ഉയർത്തും. പിടിച്ചോ എന്ന് പറയും. അതായത് ഖലിസ്ഥാൻ പതാക ഉയർത്തുമ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. സാധാരണ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പതാക ഇരിക്കേണ്ട സ്ഥലത്ത് ഖലിസ്ഥാൻ പതാകയോ? അല്ല, കർഷകരുടെ സമരമാണെന്നാണല്ലോ പറഞ്ഞത്. പിന്നെ എന്താ അവിടെ ഖലിസ്ഥാൻ പതാക ഉയർത്തിയത്? ഖലിസ്ഥാൻ ഒരു തീവ്രവാദ സംഘടനയല്ലേ? പിന്നെ മോദിക്കും അമിത്ഷായ്ക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നാട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ആദ്യമേ യുവമാരെ അടിച്ചൊതുക്കാൻ നിന്ന് കഴിഞ്ഞാൽ 100,000 ചോദ്യങ്ങൾ വരും. അവരെന്തിന് അടിച്ചൊതുക്കി? അവർ പാവപ്പെട്ട കർഷകരല്ലേ, ഈ കർഷകരെ നമ്മൾ എന്തിനാണ് പീഡിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ചോദ്യം വരും. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല. കണ്ട, യുവമാരാരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ എന്ന് പറയേണ്ട ആവശ്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. ഇപ്പോൾ MS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ അനന്തുവിൻ്റെ ഒരു
ബന്ധു എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ പോസ്റ്റ് എന്താണ്? ഇപ്പോഴും പറയുന്നു അന്വേഷണം നടക്കണം, അന്വേഷണം നടന്നിട്ട് ആ അന്വേഷണത്തിൽ RSSൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് RSSകാരെ ശിക്ഷിക്കണം. ആർക്കും ഇവിടെ കൊമ്പൊന്നും ഇല്ലല്ലോ. ഇവിടെ മദ്രസയിൽ ഇത്രയധികം പീഡനങ്ങൾ നടന്നിട്ട് ആരെയും ശിക്ഷിച്ചതായിട്ടോ ഒരു ഫോളോ അപ്പോ ആ കുട്ടിക്ക് പിന്നെ എന്ത് പറ്റിയെന്നോ കുട്ടി അനുഭവിക്കുന്ന ട്രോമയെ പറ്റിയോ ആരും ഒന്നും അറിയുന്നില്ലല്ലോ. ഇതെങ്കിലും നടക്കട്ടെ, കാരണം അത് നടക്കണം. ഇത്തരത്തിലൊരു സംഘടന ഇങ്ങനെ തരം താഴാൻ പാടില്ല എന്നുള്ളൊരു നിലപാട് എനിക്കുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പോസ്റ്റ് ഒന്ന് വായിക്കാം. എന്താണ് ഈ പോസ്റ്റിൽ പുള്ളിക്കാരൻ പറയുന്നത്? RSS പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തു എന്ന് കരുതുന്ന അനന്തു അജിയുടെ വീഡിയോ ഇന്നലെ പുറത്തു വന്നു. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് അതിൽ RSSനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് MS രാധാകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത്. മരണപ്പെട്ട അനന്തു എൻ്റെ ഭാര്യയുടെ അടുത്ത ബന്ധുവാണ്. വളരെ മുൻപ് ഞാൻ ആ പ്രദേശത്തെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന ആളുമാണ്. എനിക്കിപ്പോൾ RSSലോ BJPയിലോ മറ്റ് സംഘപരിവാർ സംഘടനകളിലോ ഉത്തരവാദിത്തപ്പെട്ട യാതൊരു ചുമതലയുമില്ല. ഈ സംഘടനകളുടെ പ്രവർത്തകരിൽ ഇപ്പോൾ കണ്ടുവരുന്ന തെറ്റായ പ്രവണതകളെ വിമർശിക്കുന്ന ആളുമാണ്. എൻ്റെ മുൻകാല പോസ്റ്റുകൾ ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും അത് മനസ്സിലാകുന്നതുമാണ്. എൻ്റെ നിരീക്ഷണത്തിൽ എനിക്ക് സത്യമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ചുവടെ എഴുതിയിട്ടുള്ളത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. എൻ്റെ മുൻ പോസ്റ്റിൽ പറഞ്ഞതുപോലെ RSSനെതിരെയുള്ള ലൈംഗിക ആരോപണം തികച്ചും വസ്തുതാവിരുദ്ധമായതാണെന്നാണ് ഇവിടെയും ഞാൻ ആവർത്തിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൂട്ടി സത്യമാണെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് OCD എന്ന രോഗം. സ്വന്തമായി ചിന്തിച്ചോ ആരെങ്കിലും പലതവണ പറഞ്ഞു കൊടുത്തോ അങ്ങനെ ഒരു വിശ്വാസം അവൻ്റെ മനസ്സിൽ കടന്നുകൂടിയിരിക്കും. ചികിത്സിക്കുന്ന ഡോക്ടറോട് തീർച്ചയായും അവൻ ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊരു വലിയ പോയിൻ്റാണ്. കാരണം ചികിത്സിക്കുന്ന ഡോക്ടറെ കണ്ട് മൊഴിയെടുത്തു കഴിഞ്ഞാൽ എന്തായിരുന്നു അയാളുടെ രോഗമെന്നും അങ്ങനെ ഉണ്ടെങ്കിൽ പീഡനം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറോട് അത് പറഞ്ഞിരിക്കണം. കാരണം OCD രോഗം വന്നത് തന്നെ 4-ാം വയസ്സിൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ 3-ാം വയസ്സിൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് എന്നാണ് അനന്തു എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ രോഗത്തിൻ്റെ കാരണം അതാണെന്ന് ഡോക്ടർക്ക് അറിയണം. അപ്പോൾ അങ്ങനെ ആ വഴിക്ക് അന്വേഷിച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാവുന്നതാണ്. OCD രോഗിയായ യുവാവിനെ ഇല്ലാ കഥകൾ പറഞ്ഞു വിശ്വസിപ്പിച്ച് RSSനെതിരെ തിരിക്കുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്തത് ആരാണെങ്കിലും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകണം. കുറച്ച് പഴയ കാര്യങ്ങൾ. മരണപ്പെട്ട അനന്തു 1999 ജനിച്ച മനോലിയിലെ വീട്ടിൽ നിന്നും 2004 1 കിലോമീറ്റർ അകലെയുള്ള വഞ്ചിമലയിലെ വീട്ടിലേക്ക് താമസം മാറ്റുന്നതുവരെ കുറ്റാരോപിതനായിട്ടുള്ള നിതീഷ് മുരളീധരൻ അനന്തുവിൻ്റെ അയൽവാസിയായിരുന്നു. സമീപ സ്ഥലത്ത് TV ഉള്ള ഏക വീടെന്ന നിലയിൽ അയൽപ്പക്കത്തുള്ള 10ഓളം വീട്ടുകാർ TV കാണാൻ വന്നിരുന്നത് അനന്തുവിൻ്റെ വീട്ടിലായിരുന്നു. ആ കൂട്ടത്തിൽ നിതീഷും ഉണ്ടായിരുന്നു. അനന്തുവിന് 3 വയസ്സ് പ്രായമായപ്പോൾ നിതീഷിന് ഏതാണ്ട് 11 വയസ്സായിരുന്നു പ്രായം. തന്നെയുമല്ല, രണ്ടുപേരും ആ കാലത്ത് RSSൽ ചേർന്നിട്ടുമില്ല. വീഡിയോയിൽ പറയുന്ന തരത്തിൽ പീഡനശ്രമം എന്തെങ്കിലും നടന്നാൽ കുട്ടി അമ്മയോട് പറയില്ലേ, അഥവാ മുറിവോ വേദനയോ ഉണ്ടെങ്കിൽ രക്ഷകർത്താക്കളുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അനന്തുവിന് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ അവർ മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറി. RSSൻ്റെ ശാഖയും ക്യാമ്പും എങ്ങനെ നടക്കുന്നു എന്നതിനെപ്പറ്റി അറിവുള്ളവർക്ക് മനസ്സിലാകും അവിടെ ലൈംഗിക പീഡനം നടക്കില്ലെന്നും. അതല്ല, ആർക്കെങ്കിലും സംശയം തീർക്കണമെങ്കിൽ നേരിട്ട് വന്ന് പരിശോധിക്കാവുന്നതാണ്. ആർക്കും അവിടെ വിലക്കില്ല. പോരെങ്കിൽ അവൻ്റെ അച്ഛനാണ് അവരുടെ നാട്ടിലെ ശാഖാ ക്ലാസുകൾ നിയന്ത്രിച്ചിരുന്നത്. ഒരു സമയത്ത് കുട്ടികളുടെ സായം ശാഖ എടുത്തിരുന്നത് മുഖ്യ ശിക്ഷക് അനന്തു ആയിരുന്നു. അതായത് അനന്തു അവിടുത്തെ മുഖ്യ ശിക്ഷകായിരുന്നു. സായം ശാഖകൾ കുട്ടികൾക്ക് എടുത്തിരുന്ന ഒരാളായിരുന്നു അനന്തു എന്നുള്ളതാണ്. RSSൻ്റെ പ്രചാരകനാകുക, അതായത് മുഴുവൻ സമയ പ്രവർത്തകനാകുക എന്നതായിരുന്നു അനന്തുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ നിതീഷ് മുരളി ഒരിക്കലും BJPയുടെയോ RSSൻ്റെയോ സജീവ പ്രവർത്തകനായിരുന്നില്ല. RSSലും BJPയിലും ഒരു സ്ഥാനം വഹിച്ചിട്ടുമില്ല. വിശേഷാൽ പരിപാടികൾ മാത്രം വന്നാൽ പങ്കെടുക്കുന്ന ഒരാൾ മാത്രമായിരുന്നു അയാൾ. 2018 തൊടുപുഴ അൽ അസർ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് 2019 അച്ഛൻ അജി വാഹനാപകടത്തിൽ മരിക്കുന്നത്. കോളേജിലെ പഠനകാലം മുതലാണ് അവർ RSSുമായി അകലം പാലിക്കാൻ തുടങ്ങിയത്. സ്വന്തമായി ജോലി ചെയ്ത് പണമുണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം RSSകാർ പിരിവിട്ട് 10,000 രൂപ മാസം അനന്തുവിൻ്റെ വീട്ടിൽ കൊടുക്കുമായിരുന്നു. ഒരു വർഷം മുമ്പാണ് സഹോദരി ഈരാറ്റുപേട്ട സ്വദേശി അൻസിൽ എന്ന മുസ്ലിം യുവാവുമായി അടുപ്പത്തിലാവുന്നത്. അതിനുശേഷമാണ് അനന്തുവിന് RSSനോട് കടുത്ത വിരോധമുണ്ടാകുന്നത്. ഒരു വർഷം മുമ്പാണ് OCD ചികിത്സ തുടങ്ങിയതെന്ന് അവൻ വീഡിയോയിൽ പറയുന്നു. 6 മാസമായി 7 കൂട്ടം മരുന്നും കഴിക്കുന്നതായും പറയുന്നു. 3-4 വയസ്സിൽ ലൈംഗിക പീഡനത്തിന് ഇരയായതുകൊണ്ട് 21 വർഷത്തിന് ശേഷം തനിക്ക് OCD എന്ന രോഗം പിടിപെട്ടത് എന്നും അനന്തു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അവൻ്റെ മനസ്സിൽ അനാവശ്യ രോഗചിന്തകൾ ഉണ്ടാക്കിയത് ആരാണ് എന്നാണ് MS രാധാകൃഷ്ണൻ ഇതിലൂടെ സംശയം പ്രകടിപ്പിക്കുന്നത്. 80 വയസ്സ് വരെ മുത്തച്ഛനും 50 വയസ്സ് വരെ അച്ഛനും 20 വയസ്സ് വരെ അനന്തുവും വിശ്വസിച്ച് പ്രവർത്തിച്ച സംഘടനയാണ് സംഘം. RSS അനന്തുവിന് വെറുക്കപ്പെട്ട സംഘടനയായി മാറിയത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. 100 വർഷം ഭാരതീയർ നെഞ്ചിലേറ്റിയ ഒരു സംഘടനയെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ അതിനെ നശിപ്പിച്ചു കളയാമെന്ന് പുറത്തു നിന്നുള്ള ആരൊക്കെയോ വ്യാമോഹിക്കുന്നുണ്ടെന്ന് വ്യക്തം. അനന്തു അവരുടെ കയ്യിലെ കളിപ്പാവ് മാത്രം. കേരള പോലീസിൻ്റെ അന്വേഷണത്തിന് പുറമെ കേന്ദ്ര ഏജൻസികളുടെയും അന്വേഷണം നടക്കുന്നുണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ബലാത്സംഗം ചെയ്ത് കൊല്ലം ചെയ്യപ്പെട്ട 1000-ലധികം സ്ത്രീകളുടെ ശവശരീരം കുഴിച്ചിട്ടുണ്ടെന്ന ധർമ്മസ്ഥല
മേഖലയിലെ വെളിപ്പെടുത്തൽ പോലെ തന്നെ ആയിരിക്കും ഈ RSS പീഡന കഥയുടെയും അവസാനമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. വീഡിയോയിൽ പറയുന്നത് പോലെ അടുത്ത ബന്ധുക്കളോട് പോലും അധികം സംസാരിക്കാത്ത പ്രകൃതമാണ്. എന്നിട്ടും പ്രായമായ മുത്തശ്ശനെയും മുത്തശ്ശിയെയും അമ്മയെയും പെങ്ങളെയും തനിച്ചാക്കി താൻ മരിക്കാൻ പോവുകയാണെന്ന് വീഡിയോയിലൂടെ പറയാൻ അനന്തുവിന് എങ്ങനെ കഴിഞ്ഞു? അങ്ങനെ പറയാൻ ആരാണ് അവനെ പ്രേരിപ്പിച്ചത്? ഇതെല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിച്ച് RSSനെ ഇല്ലായ്മ ചെയ്യാമെന്ന് വ്യാമോഹിച്ച ദേശവിരുദ്ധ ശക്തികളെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ MS രാധാകൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സംഭവം ദേശീയ തലത്തിൽ ഇപ്പോൾ കത്തുന്നുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇത് വലിയ വിഷയമാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും RSS എന്ന് പറയുന്ന സംഘടനയുടെ മുമ്പിൽ ഒന്നുമല്ല കോൺഗ്രസ്. RSS എന്ന് പറയുന്ന സംഘടന ദേശീയ തലത്തിൽ ഇത് അന്വേഷിക്കാനുള്ളൊരു ശ്രമം നടത്തിക്കഴിഞ്ഞാൽ ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ മാത്രമല്ല പുറത്തു വരുന്നത്, ഇതിലെന്തെങ്കിലും തിരിമറി ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ തിരിമറി നടന്നവൻ്റെ ആപ്പീസ് അടക്കം പൂട്ടിപ്പോകും എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അങ്ങനെയല്ല, ഇത്തരത്തിലൊരു പീഡനം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് RSSൻ്റെ ബാക്കപ്പ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. അല്ലാതെ സുഡാപ്പികൾ പറയുന്നത് പോലെ അതവിടെ നടന്നെങ്കിൽ അവർ മറ്റേ സംഭവമാണ്, അത് മറ്റേ ഇതാണ്, അവൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ്, മറ്റേത് കാണിച്ചത് കൊണ്ടാണ് എന്നൊന്നും പറയുന്ന സ്വഭാവം RSSനുമില്ല, എനിക്ക് തീരെയുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചെങ്കിൽ ഇവിടെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം സുഡാപ്പികൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ബാക്കപ്പ് ചെയ്യുന്നത് അവൾ പീഡിപ്പിക്കാനായിട്ട് നിന്ന് കൊടുത്തിട്ടല്ലേ, അവൾ വന്നിട്ടല്ലേ, അവൾ അങ്ങനെ ചെയ്തിട്ടല്ലേ എന്നൊക്കെ പറയുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതും നമുക്കില്ല. പീഡനം എവിടെയായിരുന്നാലും പീഡനം തന്നെയാണ്. പിന്നെ അതിൻ്റെ പേരും പറഞ്ഞ് ഹിന്ദുക്കളുടെ മെക്കിട്ട് കയറാനായിട്ട് ഒരുപാടെണ്ണം നടക്കുന്നുണ്ട് എന്നുള്ള വേറൊരു കാര്യം. നിങ്ങൾ കയറണം. നിങ്ങൾ കയറിയാൽ മാത്രമേ നിൻ്റെയൊക്കെ തനി ഗുണം ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവൂ എന്നുള്ളത് കൊണ്ട് തന്നെ നിന്നെയൊക്കെ വെറുതെ വിട്ടിരിക്കും. അപ്പോൾ ശരി.